മുട്ടായി ഉണ്ടായോ? എന്നിട്ട് കഴിച്ചോ? ഓ, ഉപ്പുമാവ് കിട്ടിയോ? ഇല്ലേ? അതെന്താ കിട്ടിയോ? കഴിഞ്ഞു. അപ്പൊ ഇതാന്ന് ലാൻഡ് ക്ലിയർ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ മണ്ണൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടുത്തെ എല്ലാം ക്ലിയർ ചെയ്ത് മരങ്ങളൊക്കെ കൊണ്ടുപോയി ഇടുകയാണ്. തുമ്പികളൊക്കെ ഇപ്പൊ പറക്കണുണ്ട്. തുമ്പികളെയൊക്കെ കണ്ടിട്ട് എത്ര കാലായി. ഇപ്പം എല്ലാവരും ചോദിക്കും, എന്തിനാണ് അമ്മു ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഇവിടെ എന്താണ് ചെയ്യണതെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. സ്വാഭാവികമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ വേറെ ആളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനും വിചാരിക്കും, ഞാനും ചോദിക്കും. പക്ഷേ ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടെ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കും അതെ, ഞാൻ കുറേ നാളായിട്ട്, ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചും കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്നാൽ കഴിയണ വിധം ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളുടെ ഈ ഒരു 5.5 സെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. രാവിലെ എണീക്കാൻ ഇത്തിരി വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ കാപ്പിക്ക് വെള്ളം വെക്കാൻ വളരെയധികം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും ഒരുമിച്ച് ഇങ്ങനെയാണ് നമ്മളിവിടെ കാപ്പി ഉണ്ടാക്കാറുള്ളത്. ഒരുമിച്ച് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് വെക്കാറാട്ടോ പതിവുള്ളത്. പുട്ടാണ് കേട്ടോ. പുട്ടാണ്. അപ്പോൾ ഇതിൽ പൊടി കുഴയ്ക്കാൻ പുട്ടും കടലയും. കടലല്ലേ? നമ്മളാ ഉള്ളി അതാണല്ലേ കടലയ്ക്ക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാന്നൊക്കെ കമന്റ് ഓരോ ഭാഗത്തേക്ക് ഓരോ പോലെ. നമ്മള് ചെയ്യണത് ഇങ്ങനെ. അപ്പൊ എല്ലാരും നമ്മള് ചെയ്യണ രീതി വേണമെങ്കിൽ ഒന്ന് അതുപോലെ നോക്കിയിട്ട് കൊറേ പേര് ഉണ്ടാക്കി നോക്കിന്ന് പറഞ്ഞു. നല്ല ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ചിലവര് കടല കൊണ്ടൊരു സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടാക്കി. ചിലര് ഭയങ്കരമായിട്ട് അതിനെ ഒരു ഇതാക്കി പറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞു. കാരണം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മള് രീതിയിൽ ഉണ്ടാക്കും. അപ്പൊ എല്ലാവർക്കും പണി ഉണ്ടാക്കി നോക്കാലോ. നമ്മള് കാണിക്കണ വേറൊന്നല്ലേ. കാരണം എന്താ പറയുക, ഇപ്പൊ ജോലിക്കൊക്കെ പോണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം ഈ സാമ്പാർ പൊടി മാത്രം ഇട്ടാൽ മതി. പക്ഷെ സാമ്പാറിന്റെ ടേസ്റ്റ് അല്ല വരിക. കാരണം സാമ്പാറിന്റെ ടേസ്റ്റ് വരുമ്പോ പുളിയൊക്കെ ചേർക്കുമ്പോ കറക്റ്റ് ആ ടേസ്റ്റ് വരുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉള്ളിയും കിഴങ്ങും സാമ്പാർ പൊടി ഇട്ടിട്ട് സെയിം കടലയുടെ അതേ റെസിപ്പി അരച്ചിട്ട് വെക്കാം അല്ലേ? എന്നാ പിന്നെ അതാ നല്ല അമ്മ. സാമ്പാർ പൊടി ഇടാം. അതെ. കുഞ്ഞാവയുടെ പ്ലേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മാളൂനോട് പറഞ്ഞു ഇതൊക്കെ കൊണ്ടുപോയിക്കോളൂ. നമ്മളെ കുഞ്ഞാവ കഴിക്കണ ദോശ ഇതിലേ കുഞ്ഞാവ കഴിക്കും, പുട്ട് ഇതിലേ കഴിക്കും. കുഞ്ഞാവയുടെ പ്ലേറ്റ് ആണ് കേട്ടോ. എല്ലാരും കണ്ടോളൂ. ഇതാ കുഞ്ഞാവയ്ക്ക് അത് ഉണ്ടായില്ലേ കുഞ്ഞാവ. ഇനി വേറെ പ്ലേറ്റുകളും ഇതാ. അപ്പൊ എന്നാ പുട്ടുപൊടിയൊക്കെ കുഴക്കാല്ലേ? പുട്ടുപൊടി ആദ്യം നമുക്ക് കാപ്പി ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇന്ന് ഇവിടെ ഒരു മേക്ക് ഓവർ ചെയ്യണം. ഈ സ്റ്റാൻഡിന് എടുത്ത് കളയാണ്. കൊറേ ആയി. വേറെ എന്തേലും വെക്കാം. അതെ. അല്ല, കളയാൻ മീൻസ് ഇത് നമുക്ക് വർക്ക് ഏരിയയിൽ വെക്കാം. അപ്പൊ പിന്നെ അവിടെ ഒന്ന് ഒതുങ്ങി കിട്ടും. കുട്ടുവിന്റെ ഫേവറേറ്റ് കോഫി പൗഡർ ആണ് നെസ്കഫേയുടെ. കുട്ടുപ്പത് ഇത് നല്ല ഇടുന്നുണ്ട് അമ്മേ. അല്ല കുട്ടു ഇടുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാണ് ഇത്രയും ചുമയൊക്കെയാണ് ഇപ്പൊ. പ്രതിരോധ ശേഷിയൊക്കെ ഭയങ്കര വീക്കാണ് ഇപ്പൊ. ഇനി മഞ്ഞൾ വെള്ളമൊക്കെ കുടിക്കണം. അതെ, ഇപ്പൊ അങ്ങനത്തെ വെള്ളമേ കുടിക്കല് കുറവാണ്. മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇത് എന്തിനത് ഇത്ര ഇത് തുറന്നേ? നമ്മളിന്ന് കൊറേ ദിവസമായി അത് അന്നച്ച് തുറന്നേ. പൊടി തട്ടാൻ വേണ്ടിട്ടേ പിന്നെ അങ്ങനെ താഴത്തേക്ക് ഇറക്കിയിട്ടില്ല. നമുക്ക് കാപ്പി ഉണ്ടാക്കാക്കി കുറച്ചുകൂടെ പാല് വേണ്ടേ മതിയാവില്. നമുക്ക് പണിക്കാരുണ്ട്. അപ്പൊ ചുക്കുവെള്ളം കൊടുക്കാം. എടുക്കട്ടെ. അമ്മ കാപ്പി റെഡി ചെയ്യും. അപ്പൊ പാലും കൂടെ കാച്ചി കഴിഞ്ഞാൽ കാപ്പി റെഡിയായി. അപ്പൊ നമുക്ക് പുട്ടുപൊടി ഒക്കെ എടുക്കാം. പുട്ടുപൊടി മേലെ തോന്നും. കുട്ടികളോട് എടുക്കാൻ പറയാം. കുട്ടുവാന്ന് എടുക്കോ പുട്ടുപൊടി?
എത്തില്ല. അച്ഛൻ്റെ പണിയാണ് പുട്ടുപൊടി, ഗോതമ്പ് പൊടി, അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ ഏറ്റവും മുകളിൽ കയറ്റി വെക്കും കേട്ടോ. കാരണം ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരെണ്ണം മാത്രം താഴെ എടുത്ത് വെക്കും. അപ്പോൾ കുട്ടുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ കുട്ടുവാണ് എടുത്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഞാനാണ് അമ്മയ്ക്ക് ഇത് എപ്പോഴും എടുത്ത് കൊടുക്കാറുള്ളത്. ബാക്കി അച്ഛൻ എന്നിട്ട് പുട്ടുപൊടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അച്ഛന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാറേ ഇല്ല. അപ്പോൾ അതിനുശേഷം അമ്മ ഇന്ന് രാവിലെ പുട്ടിന് നനയ്ക്കുകയാണ് കേട്ടോ. നിങ്ങളെങ്ങനെ പുട്ടിന് നനയ്ക്കാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം നമുക്കും അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മളിവിടെ പുട്ടിന് നനയ്ക്കാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി തന്നെ ആദ്യം പുട്ടുപൊടി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പുവെള്ളം കലക്കിയ വെള്ളം ഒന്നെങ്കിൽ ഇടും. ഞാനിങ്ങനെ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഉപ്പിടാറാണ് കേട്ടോ പതിവ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ നനച്ച് തുടങ്ങുക ചെയ്യാറുള്ളത്. അമ്മ അങ്ങനെയല്ല ചെയ്യുക, അമ്മ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് അമ്മ നനയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനും അമ്മയും തമ്മിൽ പുട്ടുപൊടി പുട്ട് കുഴയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ്. കാണുമ്പോ നമുക്ക് പൊടി കുറവാ തോന്നില്ലേ? അതെ, പക്ഷെ അത് അങ്ങനെയാണ്. അതെ, കൊഴുപ്പ് കുറയും. നെസ്കഫിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മളെ ബ്രൂ അങ്ങനെയല്ല. കളറ് കുറവായിരിക്കും ഇതിന്. അതെ, അമ്മ പറഞ്ഞില്ലേ ഇന്നലെ നല്ല പൊടി, പൊടിയുടെ ഒരു കയ്പുണ്ട്. അധികം മധുരം ഇട്ടതുമില്ല. മധുരം അങ്ങനെ കരിയിട്ടില്ല. മധുരം കുറച്ച് കുറച്ചിനൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് നോക്കി നോക്കാം. അതെ, കൊടുക്കാം നമുക്ക്. നമ്മളതില് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് അമ്മ നേരത്തെ തിരിച്ചാ ചെയ്യാ. ഞാൻ അതില ഉപ്പിടുക പുട്ടുപൊടിയില്. ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് കലക്കിയിട്ട്, കാരണം വെള്ളം എത്ര വെള്ളം വേണം നമുക്ക് ആവശ്യമില്ലെങ്കിലോ. അതാണ് കൈകൊണ്ട് ഇങ്ങനെ കലക്കൂട്ടോ. കാപ്പി ചൂടാറാൻ വെച്ചാൽ അമ്മയ്ക്കത് ഓ അമ്മയെ കാടുണ്ട്. അമ്മന് കുട്ടൂര് കാട് അടച്ചു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മാങ്ങ എന്തെങ്ങനെ ഇരിക്കണം എന്ന് കണ്ടിട്ട് എനിക്ക് അത്ഭുതം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോർമലി പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരിയൊക്കെ വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ കഴിക്കണതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് കേട്ടോ. കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇവിടെ, അത് എടുത്ത് കഴിക്കണം. മറ്റേതാകുമ്പോൾ ലിക്വിഡ് രൂപത്തിലാകുമ്പോൾ എല്ലാവർക്കും കുടിക്കാനും ഒന്നും, അത് ഇപ്പോൾ ഭയങ്കര ചൂടും ദാഹവും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മടി എല്ലാവർക്കും മാറി കിട്ടും. പിന്നെ അതേപോലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് വയറ് ഫില്ലായിട്ട് തന്നെ ഇരിക്കും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ കരിമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഇങ്ങനെ കരിമ്പില്ലാതെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമ്മൾ പിന്നെ കരിമ്പ് വാങ്ങി വെച്ചു, അവിടെ തന്നെ വെച്ചു. ആദ്യം പിന്നെ ഞാൻ വാങ്ങി, പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പേരയ്ക്കാണ് കേട്ടോ. നാടൻ പേരയ്ക്ക കിട്ടാനില്ലാത്തത് കൊണ്ട് തായ് പേരയ്ക്ക വെച്ച് മുത്തശ്ശി അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പേരയ്ക്കകളും അതുപോലെ തന്നെ പിന്നെ എന്താ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓറഞ്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേരയ്ക്ക പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് പേരയ്ക്കയുടെ ജ്യൂസ് അടിച്ചത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെയുള്ളതെന്ന് പറയണം കേട്ടോ, മറക്കരുത്. അപ്പോൾ മുത്തശ്ശിക്ക് പേരയ്ക്ക നിർബന്ധമായതുകൊണ്ട് തന്നെ പേരയ്ക്ക നമ്മൾ തൂക്കി എടുക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ വെയിറ്റ് ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അമ്മേനോട് പറയായിരുന്നു, അമ്മേന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ബാക്കി വീഡിയോസൊക്കെ എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശിക്ക് നല്ല മതി. ഈ ഓറഞ്ച് നല്ല ഓറഞ്ചാട്ടോ. ഈ ഓറഞ്ച് നല്ല ഓറഞ്ചാന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ഓറഞ്ചൊന്നും നല്ല ഓറഞ്ച് അല്ല എന്നല്ല കേട്ടോ അമ്മ ഉദ്ദേശിച്ചത്. അമ്മ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി കുറച്ച് തരവ് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ച് നമ്മളിങ്ങനെ മാറ്റിയിടില്ലേ, കുറച്ച് പ്രൈസ് കുറച്ചിട്ട് മാറ്റിയിടില്ലേ, അതാണ് കേട്ടോ അമ്മ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തശ്ശിക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊന്നും ഭംഗിയില്ലാത്തൊരു ഓറഞ്ചൊന്നും ആയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ചീഞ്ഞതാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഭംഗി കുറവോ അല്ലെങ്കിൽ ഇത്തിരി പച്ച ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ ഷുഗർ
ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഈ ജ്യൂസ് ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഇപ്പോൾ പഠിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അതിൻ്റെ റെസിപ്പി എനിക്കൊരു കടയിൽ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ ജ്യൂസ് എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേത് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഓറഞ്ചൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു കയപ്പും ഒരു ചവർപ്പൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഷിംല ആപ്പിളാണെന്ന് പറഞ്ഞിട്ട് ഷിംല ആപ്പിൾ തന്നെ ആയിരിക്കാം. മുത്തശ്ശീൻ്റെ അടുത്ത് പറഞ്ഞു, മുത്തശ്ശി ഷിംല ആപ്പിൾ വേണോ? അപ്പോൾ മുത്തശ്ശി പറയണേ ഓസ്ട്രേലിയ ഷിംലയോ ഏതെങ്കിലും ഒരു ആപ്പിൾ മതിയമ്മോ, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെ ആപ്പിളിൻ്റെ വേറൊരു രൂപം കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലമ്മും അല്ല ആപ്പിളും അല്ലാത്ത കുറച്ച് വലിയ പ്ലമ്മാണ് കേട്ടോ. അത് പണ്ടൊക്കെ അച്ഛൻ ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ നീലേശ്വരത്തൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ പ്ലംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആപ്പിൾ വാങ്ങിക്കാറുള്ളത്. ആപ്പിൾ ജ്യൂസ് അങ്ങനെ പൊതുവേ ഞങ്ങൾ വീട്ടിലങ്ങനെ ആർക്കും അത്ര വലിയ താല്പര്യമില്ലാത്തതാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കാം മേ ബി ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ഷേക്കൊക്കെ. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാറില്ല. ഇനി പക്ഷേ ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റും നമ്മൾ ജ്യൂസ് അടിച്ചാന്നുള്ളത്. ഈ ആപ്പിളേ ഈ ഓറഞ്ച് 2.5 കിലോ 100 ആണ് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും മതി നമുക്ക് ജ്യൂസ് അടിക്കാൻ. മുത്തശ്ശിക്ക് കഴിക്കാനുള്ള ഓറഞ്ചാണ്. പുളിയില്ലല്ലോ. എന്നാ മതി. വെള്ളയാണോ കറുപ്പല്ല? പച്ചമുന്തിരിയാ? പച്ച വെള്ളാന്ന് ഞാൻ അറിയാതെ പറഞ്ഞു. മാങ്ങ വേണ്ട, മാങ്ങ കാണുമ്പോ വലിയൊരു ഇത് പോരാ തോന്നുന്നു. ആ 500 മുന്തിരി ആ അത് ശരി. റെഡ് മുന്തിരി അല്ലേ? ഓ ഇതാണ് മറ്റേ വീഡിയോയിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ആ കാണിക്കണൊക്കെ കണ്ടിരുന്നു ഷോർട്ട് സൈഡ്. അതിനെത്ര ചോപ്പുകള്? 400, 500, 600 3 ഐറ്റം. അത് രണ്ടും കൂടി 250. ഓക്കെ. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയതാട്ടോ. നമുക്ക് കുറേ അധികം വാങ്ങിച്ച് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ചീഞ്ഞു പോകും. നമ്മൾ ഒബ്വിയസ്ലി നമ്മളത് ഫ്രിഡ്ജിൽ നിന്നാലും സൂക്ഷിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വെക്കും. എന്നാലും ചിലപ്പോൾ അത് അപ്പോൾ വാങ്ങിക്കണതായിരിക്കും കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുക. നമ്മളൊരു പച്ചമുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പച്ചമുന്തിരിയുടെ വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപ. 200 രൂപയുടെ മുന്തിരി കാണിച്ചാൽ ഇതാണ് 200 രൂപയുടെ മുന്തിരി. പിന്നെ ഈ ഇതിനെത്ര? 90. നമ്മുടെ സാധാ മുന്തിരിക്ക് 90. മറ്റേതോ ആ ഗ്രീനോ? അപ്പൊ നമുക്ക് ഈ മറ്റേ മുന്തിരി തന്നെ 200 രൂപയുടെ മുന്തിരി നമ്മൾ മാറ്റി വെച്ചു. 200 രൂപയുടെ മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സഹിക്കില്ല. പിന്നെ മുത്തശ്ശി എന്താ വിളിച്ചറിയോ? പറഞ്ഞാറോ 3 കിലോ കേബേജ് വേണത്ര നാളെ അമ്പലത്തിക്ക് കൊടുക്കാൻ. അതെ അക്ഷരം. അപ്പൊ 3 കിലോ കേബേജ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ പച്ചക്കറി തൊട്ടപ്പുറത്ത് തന്നെ പച്ചക്കറി കടയുണ്ട്. ഇത് നല്ല വലിയൊരു ഫ്രൂട്ട് സ്റ്റോളാണ് കേട്ടോ. ഇവിടെ പിന്നെ അച്ഛൻ ഡീൽ ചെയ്യും, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. 3 കിലോ കേബേജ്. മൂന്ന് കിലോ കേബേജ് എന്തിനാ ഇവർ വാങ്ങി വെച്ചിട്ട് ദിവസം മുഴുവൻ കേബേജ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ കഴിക്കുന്നത് 3 നേരം എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കിലോ നമ്മൾ വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശിക്ക് നാളെ ഒരു കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ചോറും കൂട്ടാനും ഉപ്പേരിയും ഒരു പപ്പടവും ഒരു ഉപ്പിലിട്ടതും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേബേജ് ഇത്രയും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പത്തിരി പൊറോട്ട. അതെ, ഇന്ന് രാത്രിത്തെ ഡിഷാണ്. നമുക്ക് റെസിപ്പി ഇതിന് കറിയും കൂടെ ഉണ്ടാക്കിയത് ഇനി സുഖമായി. അതെ അതെ. ആണ്ടിലും കൊല്ലത്തിലും എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും നമുക്കൊരു പൊറോട്ടയോ പത്തിരിയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.